യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ കറപുരണ്ട തുണി പോലെയാണ്. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുത്രനെ തകർത്തത്. നിങ്ങളുടെ പാപം കടുംചൂപ്പായിരുന്നാലും ദൈവം അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. അത് രക്താംബരം പോലെ ആയിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. ദൈവമാണ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. ഇന്നലകളിൽ പിതാക്കന്മാരെ ശുദ്ധീകരിച്ച വചനം, ഇന്നലകളിൽ പിതാക്കന്മാർക്ക് തൃപ്തി നൽകിയ വചനം ഇന്ന് പകൽ നമുക്കായി ദൈവം കരുതിയിരിക്കുകയാണ്. ദൈവം നമ്മെ ഇന്ന് പകൽ ശുദ്ധീകരിക്കും. ഇത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതലാണ്. നമ്മളെല്ലാവരും മക്കൾക്ക് വേണ്ടി കരുതുന്നവരാ. എന്നാൽ സ്വർഗീയ പിതാവിൻ്റെ ഒരു വലിയ കരുതൽ കണ്ടോ? നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രൻ്റെ രക്തം കരുതി വെച്ചിരിക്കുക. വിശ്വസിക്കുന്നവരുടെ മേലത് വ്യാപരിക്കും. ആരാണെന്ന് പകൽ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ പാപത്തെ ശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ കഴുകുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഗുണകരമായി സംസാരിക്കും. അത് പുണ്യാഹ രക്തമാണ്. നിങ്ങളുടെ വസ്ത്രം എത്ര മുഷിഞ്ഞിരുന്നാലും ഈ രക്തത്തിൽ വസ്ത്രം അലക്കണം. നിങ്ങളുടെ പ്രവൃത്തികളെ, നിങ്ങളുടെ ഹൃദയവിചാരങ്ങളൊക്കെ ശോധന ചെയ്യണം. ദൈവത്തോട് ഏറ്റുപറയണം. തെറ്റുപറ്റിപ്പോയിന്ന് പറയണം. ആ പാപ വഴികളെല്ലാം ഉപേക്ഷിക്കണം. ദൈവം കരുണ കാണിക്കും. ഇന്ന് ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന പകലാണ്. ഏറ്റുപറയുക, പാപ വഴികളെ വിട്ടുമാറുക. ഇത് ശുദ്ധീകരണത്തിൻ്റെ പകലാണ്. കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. നിത്യതയാണ് നമ്മുടെ ദർശനം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളൊന്നുമില്ല. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. നമ്മുടെ പിതാവായ അബ്രഹാം പോലും ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിനായിട്ടാണ് കാത്തിരുന്നത്. ആ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളാണ് തൻ്റെ മക്കളെന്നറിഞ്ഞ് അവരെയും കൂടെ ചേർത്ത് നിർത്തിയാണ് കാത്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാണ്. ദൈവത്തിൻ്റെ കരുതൽ കാണാതെ പോകരുത്. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തം, നിങ്ങളെ വെടിപ്പാക്കുന്ന രക്തം, യോഗ്യരാക്കുന്ന രക്തം ഇന്ന് പകലും സംസാരിക്കുന്നു. ഗുണകരമായി സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ശുദ്ധീകരണം പ്രാപിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.